മാറ്റുലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇത് ലതിക പീസ് ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ. അപ്പുക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. നല്ല നമസ്കാരം. ഹരിത ഗ്രൂപ്പ് ഓഫ് കമ്പനി മാറ്റുലിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ ജോബി ജോൺ. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും വീണ്ടും ഒരു വിഷുക്കാലം വരവായി. കണിക്കൊന്ന മഞ്ഞപ്പൂക്കളം തീർത്ത് കൈനീട്ടം നൽകിയ കുടുംബാംഗങ്ങൾ, മധുരം നൽകുന്ന കുടുംബാംഗങ്ങൾ, അങ്ങനെ സമൃദ്ധിയുടെ സന്തോഷത്തിൻ്റെ ഒരു ദിനം കൂടി കടന്നു വരുമ്പോൾ പ്രിയപ്പെട്ട മാറ്റുലിയുടെ പ്രേക്ഷകർക്ക് ഞങ്ങളൊരു മധുര വിഷു കൈനീട്ടം തരികയാണ്. ഈ പുറകിൽ നിൽക്കുന്ന കലാകാരികൾ, പ്രത്യേകിച്ച് കലാകാരന്മാരും ഉണ്ട്, കലാകാരികളും ഉണ്ട്. നാടിൻ്റെ ഒരു സമ്പത്താണ്. ഇത്തരം കലാകാരന്മാരെ എല്ലാം ഇത്തരം വിശേഷ അവസരങ്ങളിൽ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ മുമ്പാകെ ഞങ്ങൾ സമർപ്പിക്കുമ്പോൾ നിങ്ങൾ രണ്ട് കൈ നീട്ടി അവരെ സ്വീകരിക്കാറുണ്ട്. ഓണക്കാലങ്ങളിലെല്ലാം ഞങ്ങൾ കഴിഞ്ഞ നാളുകളിലെല്ലാം ഓരോ പ്രദേശങ്ങളിലെ ഇതുപോലെയുള്ള കൂട്ടായ്മകളെല്ലാം ഞങ്ങൾ ഈ ഒരു മാധ്യമത്തിലൂടെ, മാറ്റുലി എന്ന ഒരു ജനകീയ വിഷയത്തിലൂടെ, പ്രത്യേകിച്ച് നമുക്കറിയാം ജനകീയ വിഷയങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത്. പക്ഷേ ഇവർക്ക് വേണ്ടി ഞങ്ങൾ ചില ദിവസങ്ങളൊക്കെ മാറ്റിവെക്കാറുണ്ട്. അത് മറ്റൊന്നുമല്ല, ഈ കലാകാരന്മാരും കലാകാരികളെല്ലാം നാടിൻ്റെ സമ്പത്താണ്. അവർ വളർന്നു വരട്ടെ. അപ്പോൾ ഞങ്ങൾ സ്നേഹത്തോടു കൂടി ഒരു വിഷുക്കൈ നീട്ടം തരികയാണ് ടീം മതിക്കുന്നിലമ്മ കല്ലൂരിനെ. അപ്പൊ ഇനി വിശേഷങ്ങളല്ലേ, അപ്പൊ നമുക്ക് കേൾക്കാം. വേതാള കണ്ഠസ്ഥിത ഖഡ്ഗം ഖേടക പാലാദാരിക ശിര കൃത്യാകരഗ്രേഷ്ടജ ഭൂതപ്രേത പിശാച മാതൃസഹിത മുണ്ഡസ്രജാലങ്കൃത വന്ദേ ദുഷ്ടമസൂരികാദി വിപദാം സംഹാരിണീം ഈശ്വരീ മതിക്കുന്നു വാഴും അംബികേ നമസ്തേ നമസ്തേ നമസ്തേ. ആദ്യം തന്നെ വിഷുദിന ആശംസകൾ. അതെ, ഞങ്ങക്ക് കൈനീട്ടമൊന്നും ഇല്ലേ? നിങ്ങൾ തന്നെയാണ് കൈനീട്ടത്. ഒത്തിരി സന്തോഷമുണ്ട്. ആദ്യം ഒന്ന് പരിചയപ്പെടാൻ വേഗത്തിൽ. പേര്? എന്റെ പേര് വിനിഷ. ഞാൻ മതിക്കുന്നിലമ്മയുടെ ടീമിന്റെ ക്യാപ്റ്റൻ. എന്തെങ്കിലും ജോലി? ഉണ്ട്, ഇവിടെ സർവീസ് സഹകരണ ബാങ്കിൽ ഉണ്ട്. അപ്പൊ അതിന്റെ ഒപ്പമാണ് കല. അതെ അതെ. എന്റെ പേര് സത്യ, ഞാൻ ടീച്ചറാണ്. എവിടെ, ഏത് സ്കൂളിലാണ്? സ്കൂളിലല്ല, ഞാൻ JSSന്റെ കീഴില് സ്കിൽ ഡെവലപ്മെന്റ് ഇതില് ചെറിയ കുട്ടികൾക്കല്ല, വലിയവർക്ക് ക്ലാസ് എടുക്കുന്നത്, ഫുഡിന്റെ ക്ലാസ് എടുക്കുന്നത്. അമിത പഠിക്കണോ? എത്രയിലായി? +2. ദേവിക, ഞാൻ ഇപ്പൊ ഗ്രാഫിക് ഡിസൈനിങ് കയറാൻ നിൽക്കാം. നിവേദ്യ, ഞാൻ ഇപ്പൊ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. രുദ്രാക്ഷ +1 പഠിക്കുന്നു. ദേവാംഗന, ഡിഗ്രി കഴിഞ്ഞു. ഇവിടെ ഉണ്ടോ ഇത്രയും നമ്മുടെ സുന്ദരികളുടെ ഇടയിൽ വേറൊരു സുന്ദരം വന്നേക്കാണ്. സുന്ദരന്റെ പേരെന്താ? അക്ഷയ്. അക്ഷയ് എന്താ ചെയ്യണേ? +2 കഴിഞ്ഞു നിൽക്കണം. രാജി, ഞാൻ കുടുംബശ്രീയിലെ വർക്ക് ചെയ്യുന്നു. ഞാനൊക്കെ ഡിപ്ലോമ. പ്രീതി, സ്വർണ്ണപ്പണി. ഇത്ര പ്രായച്ചിരി ഉണ്ട്. പക്ഷെ ശരിക്കും അല്ലേ, ഈ അമ്മയല്ലേ നിങ്ങളുടെ അമ്മയല്ലേ അല്ലേ? ഞങ്ങളുടെ സ്വന്തം പ്രീതി. അത് തന്നെ. കൃഷ്ണ, കുടുംബശ്രീയുടെ എത്രയിലായി? 7. മഹാലക്ഷ്മി 7. അതുല്യ +2 കീർത്തന +2 കഴിഞ്ഞു. അപ്പോൾ ചെറിയ ആൾക്കാരെ അല്ലാട്ടോ ഇന്ന് വിഷുക്കൈനീട്ടമായി പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഞങ്ങൾ തരുന്നത്. ഇത് കല്ലൂർ മതിക്കുന്നിലമ്മ ടീമാണ്. ഒരുപക്ഷെ കുറേ വർഷങ്ങളായി ഇവർ ഈ ഒരു രംഗത്ത് തന്നെ പ്രവർത്തിക്കുന്നത്. നിരവധിയായ വേദികളിൽ അവരുടെ ആ ഒരു എന്താ പറയുക വീരനാട്യത്തിൻ്റെ പ്രേക്ഷകർക്ക് നൽകുന്നത് വലിയൊരു അനുഭവം തന്നെയാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടുമ്പുറങ്ങളിലെല്ലാം നിരവധിയായ പ്രോഗ്രാമുകളിലെല്ലാം അവർ പങ്കെടുക്കുന്നുണ്ട്. ഇനി ഈ പ്രോഗ്രാം കാണുന്ന ആർക്കെങ്കിലൊക്കെ നിങ്ങളുടെ നാട്ടിലേക്കൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് വിളിച്ചാൽ മതി, ഓടി പോലെ തീർച്ചയായും ഓടി വരും. അപ്പൊ കൂടുതലൊന്നും നീട്ടുന്നില്ല, അവരിലേക്ക് പെട്ടെന്നൊന്ന് ഓടി വരാം. ഇതെങ്ങനെയാണ് തുടക്കം കുറിച്ചത്? നമ്മള് 2023 ഇതുപോലെ കുടുംബശ്രീയുടെ ഒരു ഓണാഘോഷത്തിന്റെ പരിപാടിയായിട്ട് തുടങ്ങിയതാണ്. അത് പിന്നെ കുറച്ച് പേരും കൂടി ഉണ്ടായിരുന്നു, വേറെ ഓണക്കളി പോലെ. അന്ന് അക്ഷയാണ് ഞങ്ങളെ ഓണക്കളി പഠിപ്പിച്ചത്. അത് കഴിഞ്ഞ് ഞങ്ങളുടെ ആശാനാണ്. അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും അവിടെ നിന്ന് അതിലെ കുറച്ച് പേര് കുറച്ച് പേര് പോയി. പിന്നെ വീണ്ടും ഞങ്ങൾ എല്ലാവരും കൂടി ഒരു ഗ്രൂപ്പാക്കി ടീമാക്കി കൊണ്ടുവന്ന് മതിക്കുന്നില്ല. ഇപ്പൊ നിലവിൽ ഇപ്പൊ എത്രത്തോളം സ്ഥലങ്ങളിൽ എത്തിയിട്ടുണ്ട്? ഒരു 36 അല്ലേ, അതിന് മേലെ സ്റ്റേജ് ഒക്കെ ഉണ്ട്. 50-നൊക്കെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഏറ്റവും ഗംഭീര പ്രോത്സാഹനം കിട്ടിയത് സ്ഥലം എവിടെയാ?
പീച്ചി എന്നാണ്. പീച്ചി ഭയങ്കര കൈയടിയായിരുന്നോ? പെരിഞ്ഞനം പീച്ചി. രസമല്ലേ ഒരു 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 പെരുന്നാട്ടേക്ക് അവതരിപ്പിച്ച് നിങ്ങൾ ടീമായിട്ട് തിരിച്ചു വരുമ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ പറയാറുണ്ടോ? തീർച്ചയായിട്ടും ഇത് നമുക്ക് ഭയങ്കര സന്തോഷം തരും. സന്തോഷം തരും. ഞാൻ ഇവിടെ ഒരു അമ്മ നിൽക്കുന്നുണ്ട്. ഇത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോണു? നാണം കൊണ്ട് ഓടുകയാണ്. ഈ നാണം കളിക്കുന്ന സമയത്തുണ്ടാവോ? കളിക്കുമ്പോ നല്ല എനർജി. സത്യം പറഞ്ഞാൽ ഇത്രയും നല്ല ചുറുചുറുക്കുള്ള ആളുകളുടെ ഒപ്പം നിൽക്കുന്ന സന്തോഷമല്ലേ? അതെ. ഈ ചുറുചുറുക്കുള്ള ആളോട് തന്നെ ഞാൻ ചോദിക്കുകയാണ്, എന്നെ ഹാപ്പിയാണോ? ഹാപ്പിയാണ്. എത്ര നാളായി ഇപ്പൊ ഇവരുടെ കൂടെ? ഞാൻ 2 വർഷമായി. എങ്ങനെയുണ്ട്? എങ്ങനെയാ വെച്ചാൽ നല്ലൊരു നമുക്ക് അനുഭവമാണ്. കാര്യം എന്ന് വെച്ചാൽ നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് മനസ്സിലെ ടെൻഷൻ കുറയും ഇതിൽ ചേർന്ന്. പിന്നെ നമുക്ക് വീട്ടിലാണെങ്കിലും എന്ത് ടെൻഷൻ ഈ കളിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്കെല്ലാം മാറും. അപ്പൊ അതോടുകൂടി ഇങ്ങനെ മുന്നോട്ട് പോണു. കുഴപ്പമില്ല. ആശാനോട് നിൽക്കുന്നുണ്ട്. ആശാനെ ഇത് എങ്ങനെ ഒപ്പിച്ചെടുത്തു? അത് ഞാൻ ചെറുപ്പത്തില് ഓണക്കളി ബോയ്സിന്റെ ഉണ്ടായിരുന്നു. അപ്പൊ അതിലൊക്കെ പോയി. പിന്നെ ഇവരും ടീമൊക്കെ തുടങ്ങിയപ്പോ ഇവര് മോശമല്ലാന്ന് മനസ്സിലായി. പിന്നെ ഇവര് കട്ടക്ക് നിൽക്കുവോ? പിന്നെ വഴക്കൊക്കെ പറയൂ? നമ്മള് എല്ലാവരും ഒരു ഫാമിലി പോലെയാണ് എല്ലാവരും. ചീത്ത പറയണം തെറ്റിക്കഴിഞ്ഞാ. ആശാൻ ഞങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി വന്നതാ. പക്ഷെ ഞങ്ങളൊരു പ്രതിസന്ധി ഘട്ടത്തിയപ്പോ കേറാൻ ആളില്ലായിരുന്നു. ആ സമയത്ത് ഞങ്ങളുടെ ആശാൻ ആവശ്യ സമയത്ത് ഇറങ്ങും. ഞങ്ങളുടെ കൂടെ അതിൽ തന്നെ ആള് വൈറലായി. ആശാനെ പൊളിക്ക്. അപ്പൊ എങ്ങനെയാണ് വിഷുവിന്റെ ഒക്കെ ആഘോഷങ്ങൾ? എങ്ങനെ വീട്ടിലെങ്ങനെ വിഷു കൈനീട്ടൊക്കെ കിട്ടിയോ? കിട്ടാറുണ്ടോ? കിട്ടാറുണ്ട്. ഈ പ്രാവശ്യം കിട്ടുവോ? കിട്ടായിരിക്കും. എങ്ങനെ വിഷു കൈനീട്ടം കിട്ടാറുണ്ടോ? എന്താ കിട്ടാറ്? പൈസ കിട്ടാറുണ്ട്. അല്ലാതെ എന്താ ചെയ്യാറ്? ആ പിന്നെ അന്നെന്താ സ്പെഷ്യൽ വല്ലതും ഉണ്ടോ വീട്ടില്? ഫുഡ് വെക്കും. വീട്ടിലോ? അത് തന്നെ എല്ലാരും ഫുഡൊക്കെ വെക്കും. അപ്പൊ ഇവിടെ ചോദിക്കട്ടെ, എന്താണ് വീട്ടില് സ്പെഷ്യൽ? അന്ന് പായസം എന്താ? സാധാരണ പോലെ തന്നെ സേമിയ അതുപോലുള്ള പായസങ്ങള്. പിന്നെ വിഷുകട്ട വയ്ക്കുക. അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ വിശേഷങ്ങൾ അടിച്ചു തകർക്കും. വീട്ടിൽ തന്നെ. കോടിയൊക്കെ എടുത്തോ? ഇപ്പൊ ഇത് കോടിയാണോ? അല്ല. ഇതിലാരും കോടി കിട്ടില്ലേ? വിഷുക്ക് കോടി കിട്ടില്ലേ? അവരൊക്കെ കോടിയാണ് കേട്ടോ. ഒന്ന് കാണിച്ചോളൂ. പിന്നെ മോളെ പഠിത്തമൊക്കെ എങ്ങനെ പോണു? അതിന്റെ ഒപ്പം തന്നെ ഇത് എങ്ങനെ പോകാൻ പറ്റുന്നുണ്ടോ? ഈ ചേച്ചിമാര് വഴക്കൊക്കെ പറയോ? ഒന്നും പറയോ? ഫ്രണ്ട്ലി അല്ലേ? വീട്ടിലാരൊക്കെയുള്ള? അച്ഛനമ്മ ചേട്ടൻ. അവരൊക്കെ എങ്ങനെ പ്രോത്സാഹനം ഉണ്ടോ? ഉഷാറാണ്. മോള് ഇത് അതിന്റെ ഡ്രസ്സാണോ? അല്ല, കോസ്റ്റ്യൂംസ് വ്യത്യാസമുണ്ട്. നിങ്ങൾ എവിടെ ഈ കോസ്റ്റ്യൂംസ് ഒക്കെ എടുക്കുന്നത്? എവിടെന്നാ? കുത്താമ്പള്ളിന്ന് CK സൺസ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് തന്നെയാണ് നമ്മളിപ്പോ ഒട്ടുമിക്ക ഓരോ ഇതിനും ഓരോ ഐറ്റം മാറാറുണ്ട്. കോസ്റ്റ്യൂമുകൾ മാറും, സെറ്റ് മുണ്ടുകൾ മാറും. നമ്മള് ഇപ്പതേ ഒരെണ്ണം ബുക്ക് ചെയ്തിട്ട് വന്നുള്ളൂ ഞങ്ങൾ ഇന്നലെ. അപ്പൊ ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഇവരുടെ എന്താ പറയാ ഗംഭീരമായിട്ട് ഞങ്ങൾ നിൽക്കുന്നത് മതിക്കുന്നിൽ അമ്മയുടെ തൊട്ട് നടയിലാണ്. മതിക്കുന്നിൽ അമ്മയാണ് യഥാർത്ഥത്തിൽ ഇവർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ഊർജവും, അല്ലെ? അമ്മയല്ലേ? ആ അമ്മയുടെ നടയിൽ നിന്ന് തുടക്കം കുറിക്കാൻ പറ്റുന്നത് ഏറ്റവും വലിയ അനുഗ്രഹം. അപ്പൊ എന്താ തുടങ്ങല്ലേ? അതൊന്ന് കണ്ടിട്ട് തിരിച്ചു വരാം.
എങ്ങനെയുണ്ട് വിഷു കൈനീട്ടം? നല്ല ഗംഭീരായില്ലേ? ഗംഭീര പെർഫോമൻസ് ആണ്. എന്താ പറയാ, ഇതുപോലെയുള്ള ടീമുകളെയൊക്കെ അങ്ങോട്ട് ചേർത്ത് പിടിച്ചോളണം. അവരൊക്കെ വളരട്ടേന്നേ. നമ്മുടെ നാട്ടിലുള്ള നല്ല കലാകാരന്മാരും കലാകാരികളുമാണ്. അപ്പൊ എന്തായാലും ഞാനൊരു ചെറിയൊരു ഇടവേളയിലേക്ക് പോവുകയാണ്. ഇടവേള കഴിഞ്ഞിട്ടാണ് ഗംഭീരമായി വീണ്ടും കൈനീട്ടമായിട്ട് അവരിങ്ങനെ കാത്തിരിക്കുകയാണ്. ചെറിയൊരു ഇടവേള. ഹരിത ഗ്രൂപ്പ് ഓഫ് കമ്പനി മാറ്റിലിയിൽ ചെറിയൊരു ഇടവേള. സന്ധ്യ മറുദീപ പ്രഭ ചൂടുവാന പെണ്ണ് കൈകസി സന്ധ്യ മറുദീപ പ്രഭ ചൂടുവാന. വിശ്രവസമാമുനിവരനു പുലരെ പൂക്കൾ തേടി നടന്നു. തപമതിനുട ജപതുനയകലെ ബിരുദൻ നിരയിൽ പ്രതിഫലമാർന്നു. ഹോമപൂജയും മാവന നടുവിൽ കാറ്റുമൂളന കാനന നടുവിൽ മണിത്താളം ചിലമ്പുന്നു കാൽകളിൽ. നടക്കുന്നവൾ പെണ്ണ് കൈകസി ആ കരിങ്കോവളം പൂത്തു നിറമാർന്നു നീ. അപ്പോ കണ്ടില്ലേ, ഞാൻ പറഞ്ഞത് എങ്ങനെയുണ്ട്? നല്ല മനോഹരമായ സ്നേഹത്തിൽ ചാലിച്ച, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ
മഞ്ഞയിൽ തീർത്ത കണിക്കൊന്നകൾ നൽകുന്ന ഒരു സ്നേഹോപഹാരം കൈനീട്ടമായിട്ട് മതിക്കുന്നിൽ അമ്മ ആദ്യത്തെ കലോപഹാരം നിങ്ങൾക്ക് അങ്ങ് സമർപ്പിച്ചു. എങ്ങനെയുണ്ട്? ഇഷ്ടായ ഒന്ന് കൈയടിക്ക്. ആരും കാണൂല, നിങ്ങൾ തന്നെ കാണുള്ളൂ. കൈയടിച്ചോ? അപ്പൊ ഇനി ഒരു പാട്ടൊന്ന് കേട്ട് നോക്കിയില്ല. ഒരു പാട്ട് പാടുന്ന ഗംഭീര കലാകാരന്മാരും കലാകാരികളുണ്ടെന്ന് പറഞ്ഞേ. അപ്പൊ ആരെങ്കിലും പാട്ട് പാടുന്നത്? അയ്യോ, അവിടെ ആശാനല്ലാതെ ഒരു വഴിയില്ല. ആശാന തുടങ്ങല്ലേ? തുടങ്ങാം. ഇതുപോലൊരു സുന്ദരിയുണ്ടോ, ഋതുഭാഷിണി ഭൂമിയിലുണ്ടോ, മിഥിലക്കിതലങ്കാരമാണോ, ഇവളെ കൊതിക്കാത്തവരുണ്ടോ, നിറനിലാവേ നീ പിണങ്ങല്ലേ, പിരിയാനിനി വയ്യല്ലോ സീതേ, കല്യാണം കല്യാണം അന്തപുരത്തിൽ ആഹ്ലാദം, മിഥിലാപുരി കാണാൻ കൊതിച്ചൊരു സീതാ കല്യാണം. ഗംഭീരായില്ലേ? ഇത് ഞങ്ങള് കൈയടിക്കാൻ പോട്ടാ. അപ്പൊ ഒത്തിരി സന്തോഷമുണ്ട് ആശാനെ, സൂപ്പർ ആയിട്ടുണ്ട്. എന്തായാലും ഇതുപോലെ ഒരു പ്രചോദനം നൽകുന്നതല്ലേ, കട്ട സപ്പോർട്ടായിട്ട് കേൾക്കുന്നതല്ലേ ഏറ്റവും വലിയ കാര്യം. അതെ അതെ, വളരെ നമ്മൾ ആരാലും മുന്നിലേക്ക് ഉണ്ടാകാം. അല്ല, എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടുമ്പുറങ്ങളിലൊക്കെ ഒരുപാട് കലാകാരികളുണ്ട്, കലാകാരന്മാരും ഉണ്ട്. പക്ഷെ അവരെല്ലാം പലതരത്തിലൊക്കെ മേഖലകളിൽ ഉണ്ടെങ്കിൽ പോലും ഇതിനെ പ്രോത്സാഹിപ്പിച്ച് മുന്നിലേക്ക് കൊണ്ടുവരുമ്പോഴാണ്, അതായത് അവർക്ക് അവസരങ്ങൾ കിട്ടുമ്പോഴാണ് അവർ വളരുക. ഇവരെ സംബന്ധിച്ച് ഇവര് ഒരു കൂട്ടായ്മയാണ്. ചില സമയങ്ങളിലെല്ലാം, പ്രത്യേകിച്ച് ഈ സീസണുകൾ, ഓണ സീസണുകളിലും മറ്റുള്ള സമയങ്ങളിലൊക്കെ അവർ കളിക്കുന്നുണ്ട്. പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് ഇതിൽ തന്നെ എത്രയോ പേര് പല സ്ഥലങ്ങളിലും ആഗ്രഹത്തോടെ ഇരിക്കുന്നുണ്ടാവും. അത്ര ആഗ്രഹത്തോടെ ഇരിക്കുന്ന ആളുകളൊക്കെ ഞങ്ങൾ പറയാനുള്ളത്, ആഗ്രഹം ഉള്ളിൽ ഒതുക്കേണ്ട ഒരു സംഭവമല്ല, അതിങ്ങോട്ട് പൊട്ടിച്ചതറിച്ച് വിടണം. അവസരങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ തേടിയെത്തും. ആ അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുമ്പോഴാണ് നമ്മളെല്ലാം 4 പേര് തിരിച്ചറിയുക. ഇതിലാരാ വൈറലായതാരാ? പെട്ടെന്ന് ആശാൻ മാത്രമാണ് വൈറലായത്. ആശാന എല്ലാവരും വൈറലായി. ആശാൻ ആ വൈറലായത് എങ്ങനെയാ? പറഞ്ഞിട്ട് ഒരു പാട്ടുണ്ട്, അതായത് നക്ഷത്ര പരിജ്ഞാനത്തിലെ ആശാൻ കളിക്കുന്ന ഒരു പാട്ടാ. അത് നമ്മള് പനമുക്കിൽ ഒരു പ്രോഗ്രാമിന് പോയപ്പോ ഞങ്ങൾക്കൊരു രാജീവ് അനുഗ്രഹ എന്ന് പറഞ്ഞിട്ട് ഒരു വ്ളോഗർ ഉണ്ടായിരുന്നു. ആ പുള്ളിയാണ് ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് എടുത്തത്. ആ രാജീവേട്ടന്റെ വീഡിയോയിലാണ് ആശാൻ വൈറലായത്. അപ്പൊ ആശാൻ വൈറലായിട്ട് നിൽക്കുകയാണ്. ആശാന്റെ വൈറലായ വീഡിയോ ഒക്കെ നമുക്ക് കാണാൻ. ചെറിയൊരു ഇടവേളയിലേക്ക് ഞങ്ങളൊന്ന് പെട്ടെന്ന് പോയിട്ട് തിരിച്ചു വരാം. ഹരിത ഗ്രൂപ്പ് ഓഫ് കമ്പനി മാറ്റുലിയിൽ ചെറിയൊരു ഇടവേള. എങ്ങനെ ക്ഷീണായോ കളിച്ചപ്പോ? ക്ഷീണമൊന്നുമില്ല. ഇതൊക്കെ എത്ര കണ്ടേക്കണു അല്ലേ? ഞാനും എനിക്ക് ഭയങ്കര ഫാൻസായി. ഞാനിതൊന്ന് പഠിച്ചാലോന്ന് ആലോചിക്കും. ആശാൻ ചേർക്കോ? റെക്കമെൻഡ് ചെയ്യോ? ആശാൻ സമ്മതിക്കോ? ആശാന് ദക്ഷിണ കൊടുക്കേണ്ടി വരുമോ? കൊടുക്കണ്ടല്ലേ? അപ്പൊ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൊന്ന് പറയേ. എങ്ങനെയുണ്ട്? ഉഷാറല്ലേ? ക്ഷീണായോ? ക്ഷീണായില്ല. ഈ എങ്ങനെയാ കുടുംബശ്രീ അവിടെയുള്ള മറ്റുള്ള ആളുകൾക്കൊക്കെ വരാൻ ആഗ്രഹം ഉണ്ടോ? ചിലര് പറയും, പക്ഷെ ടൈമിങ്ങും കാര്യങ്ങളും ജോലി കഴിഞ്ഞ് അങ്ങനെയാണ് പറയാ. ഞാൻ പറഞ്ഞ പോലെ അവർക്ക് അവസരം കൊടുക്കണം. അവർക്ക് പഠിക്കട്ടേന്നേ. ഈ സ്റ്റേജിൽ വന്നില്ലെങ്കിൽ പോലും അവർക്കൊരു മാനസികമായ സന്തോഷം കിട്ടട്ടെ. ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോ ഇടയ്ക്ക് അവരൊക്കെ വന്ന് കളിക്കാറൊക്കെ ഉണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ. ഇത് കാണുന്ന പ്രിയപ്പെട്ട ആളുകളോട് എന്ത് പറയാനുള്ളത്? താല്പര്യമൊക്കെ ഉള്ള ആളുകൾക്ക് ഉണ്ടാവും. അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഒരിക്കലും മടിച്ചിരിക്കരുത്. നമുക്ക് ഇത്തരമുള്ള അവസരങ്ങൾ എപ്പോഴും കിട്ടണമെന്നില്ല. കിട്ടുന്ന അവസരങ്ങൾ പരമാവധി വിനിയോഗിക്കുക. അതുപോലെ തന്നെ ഇപ്പൊ ഞങ്ങളുടെ ഈ ഗ്രൂപ്പിൽ തന്നെ പല പ്രായത്തിലുള്ള ആളുകളാണ്. ഞങ്ങൾ എല്ലാവരും ഒരേ സെയിം ഏജിൽ ആ ഒരു ഇതല്ല എങ്കിൽ പോലും ഞങ്ങളിൽ തന്നെ വളരെ ഒരു വലിയ കെമിസ്ട്രി വർക്ക് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ നല്ല രീതിയിൽ പോകുന്നു. ഹാപ്പിയല്ലേ? നാണൊക്കെ മാറിയോ? സന്തോഷല്ലേ? ഇങ്ങനെ ഒരു ടീമിന്റെ കൂടെ അല്ലേ ഇവരെ എല്ലാ അമ്മ, ചെറിയ കുഞ്ഞുങ്ങൾ വരെയും അല്ലേ? ഏറ്റവും പ്രായമുള്ള അമ്മയല്ലേ പ്രായമുള്ളത്? ശരിക്കും ഇവരൊക്കെ നിയന്ത്രിക്കണം. എങ്ങനെ ഉഷാറല്ലേ? ക്ഷീണൊക്കെ ഉണ്ടോ കളികളിൽ? ഒന്നുമില്ല. ഇത് നിങ്ങൾ എപ്പോഴാ പ്രാക്ടീസ് ഒക്കെ? എപ്പോഴാ? ഞങ്ങൾ വൈകുന്നേരമാണ് പ്രാക്ടീസ്. 7 മണി മുതൽ. ഫാമിലിയൊക്കെ നല്ല സപ്പോർട്ട്? ഫാമിലിക്ക് നല്ല സപ്പോർട്ടാണ്. ആശാനെ ഞാനവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഒന്ന് സൂചന ഒന്ന് മനസ്സിൽ വെക്കുക. ഈ ഉള്ളവനെയും കൂടി നേരെ പോരെ, ഒന്നും നോക്കണം. നേരെ പോരെ, ഇങ്ങോട്ട് പോരേന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും ഒത്തിരി സന്തോഷം. കാരണം ഞങ്ങളെ സംബന്ധിച്ച് നമുക്കറിയാം, പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഈ വിഷുക്കാലത്ത് ഞങ്ങൾ എന്ത് കൊടുക്കുമെന്ന് ചിന്തിച്ചപ്പോൾ നിങ്ങളായിട്ട് മതിക്കുന്നിലമ്മ കൊണ്ട് തന്നതാണ്. ഒത്തിരി സന്തോഷമുണ്ട്. ടീം മതിക്കുന്നിലമ്മ കല്ലൂർ, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോഗ്രാമുകൾ, നിങ്ങൾക്ക് ഏത് വിശേഷ അവസരങ്ങളുണ്ടെങ്കിലും ഒന്ന് വിളിച്ചാൽ മതി. ഓടിയെത്തും. എന്താ സന്തോഷല്ലേ? ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം. TCVയുടെ മാറ്റുലി എന്ന പ്രോഗ്രാമിലേക്ക് ഞങ്ങളെ മതിക്കുന്നിലമ്മ ടീമിനെ ക്ഷണിച്ചതിൽ വളരെ വളരെ സന്തോഷം. അതുപോലെ തന്നെ നമ്മുടെ ടീം ഇത്രയും വളർന്നു വന്നു. നമുക്ക് ഒരുപാട് മീഡിയ സപ്പോർട്ട്, അതായത് ഓൺലൈൻ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് വ്ളോഗേഴ്സ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മള് അതിലാണ് പ്രത്യേകം എടുത്തു പറയേണ്ട കുറച്ച് ആൾക്കാരുണ്ട്. രാജീവ് സ്നേഹത്തോടുകൂടി ഓർക്കുന്നു. അതെ, ഈ സമയത്ത് അവരെ വളരെയധികം സ്നേഹത്തോടെ ഓർക്കുന്നു. വളരെയധികം നന്ദി അവർക്ക് പറയുന്നു.
അതെ, ഒരുപാട് സന്തോഷം. കാരണം നമ്മള് ഇതിലെല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല വീടുകളിൽ നിന്ന് വരുന്നവരാണ്. തീർച്ചയായിട്ടും ആ വീടുകളിൽ നിന്ന് വന്നത് നമ്മൾ എന്ന് പറഞ്ഞാൽ നമുക്കൊരു മനസ്സിനൊരു സന്തോഷം, അതിനുവേണ്ടി ഞങ്ങൾ തുടങ്ങിയതാണ് ഇത്. അതായത് നമ്മള് പുറത്തേക്ക് ഒരുപാട് ഫേമസ് ആവണം അങ്ങനെ വിചാരിച്ചിട്ടല്ല, ഞങ്ങളൊരു ചെറിയൊരു ടീമായി തുടങ്ങിയതാ. ഇപ്പൊ അത്യാവശ്യം നല്ലൊരു രീതിയിൽ ഞങ്ങൾ എത്തി നിൽക്കുന്നുണ്ട്. മതിക്കുന്നിലമ്മയുടെ അനുഗ്രഹം കൊണ്ടാണ് ഇത്. അപ്പൊ എല്ലാവർക്കും നന്ദി, പ്രത്യേകിച്ച് TCVക്ക്. മോളെ ഉഷാറാവട്ടെ കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഹാപ്പി വിഷു. അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഹാപ്പി വിഷു കൊടുക്കണ്ടേ? ഒരു ഹാപ്പി വിഷു കൊടുത്തേ. അപ്പൊ സ്നേഹത്തിൽ ചാലിച്ച് നല്ലൊരു വിഷു കൈനീട്ടം നിങ്ങൾക്ക് സമർപ്പിച്ചു എന്നതിന്റെ വലിയൊരു സന്തോഷത്തിലാണ് ടീം മാറ്റുലി ടീം. ഏറെ സന്തോഷമുണ്ട്. മറ്റൊരു കാര്യം കൂടി ഒന്ന് സൂചിപ്പിക്കുകയാണ്. മാനസികമായ ഒരുപാട് പിരിമുറുക്കങ്ങളും സംഘർഷങ്ങളും കൂടിയൊക്കെയാണ് നമ്മളെല്ലാം നടക്കുന്നത്. ഈ ഒരു കല മാത്രമല്ല, ഏതെങ്കിലും കലയിലോ പാടുവാൻ മൂളിപ്പാട്ടെങ്കിലും പാടാൻ അറിയുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ചുമ്മാ ഒന്ന് മൂളിപ്പാട്ടൊക്കെ ഒന്ന് പാടിയേക്കുക. എന്തിനാണ് നമ്മളൊക്കെ ഇങ്ങനെ മസം പിടിച്ച് നിൽക്കുന്നത്? നാളെയുടെ കാര്യം നമുക്കറിയില്ലല്ലോ. അപ്പോൾ ഉള്ള കാലത്ത് ഉള്ള എന്തെങ്കിലുമൊക്കെ പാട്ടുപാടാൻ അറിയില്ലെങ്കിൽ പോലും ചുമ്മാ അങ്ങോട്ട് ഉറക്കെ പാടിക്കോ. മനസ്സങ്ങ് സന്തോഷിക്കട്ടെ. സന്തോഷിച്ച് ഓരോ ദിനവും മുന്നോട്ട് കടന്നു പോകട്ടെ എന്ന് മാത്രം ആശംസിക്കുകയാണ്. എല്ലാ മാറ്റുലിയുടെ പ്രേക്ഷകർക്കും ഹൃദയത്തിൽ ചേർത്ത് പിടിച്ച് നല്ലൊരു പുതുവർഷം ഞങ്ങൾ ആശംസിക്കുന്നു. മധുരത്തോടെ സ്നേഹത്തോടെ ഒരു പുതുവത്സരമായി ഈ ഒരു വിഷുക്കാലമായി തീരട്ടെ എന്ന് ആശംസയോടെ നിർത്തുന്നു. നാളെ കാണാം മറ്റൊരു ജനകീയ വിഷയവുമായി. അതുവരെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.